ചെറുപ്പത്തിൽ എനിക്കും അനിയത്തിക്കും നല്ല നീണ്ട മുടിയായിരുന്നു. എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ അച്ഛൻ ആ മുടി ചീകി താഴേക്ക് ഇങ്ങനെ ഒതുക്കി വയ്ക്കും, ഒരു പ്രത്യേക രീതിയിൽ. അച്ഛൻ മുടി ചീകി തരുന്നത് എന്നാണ് അവസാനിപ്പിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ അച്ഛൻ മുടി ചീകി തന്ന എല്ലാ സമയങ്ങളും എനിക്ക് ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു. അമ്മയാണ് പക്ഷേ മുടി വളർത്തുന്നതും നോക്കുന്നതും ഒക്കെ. എണ്ണയിട്ട് തരുന്നത്, കെട്ടറുത്ത് തരുന്നത്, വൈകിട്ട് സ്കൂളിൽ നിന്ന് വന്ന് മേല് കഴുകി കഴിഞ്ഞാൽ മുടി മെടഞ്ഞിട്ട് തരുന്നത്. ഞങ്ങൾ രണ്ടുപേരുടെയും മുടി, നീണ്ട മുടി മെടഞ്ഞിട്ട് തരണം. അഞ്ജുവിന് നല്ല ലൂസാക്കി കെട്ടിയാൽ മതി, എനിക്ക് നല്ല മുറുക്കി കെട്ടണം, മുടി അനങ്ങരുത്. എനിക്ക് അന്ന് നീണ്ട മുടി ഇഷ്ടമേ അല്ലായിരുന്നു. ഞാൻ എപ്പോഴും പറയും എൻ്റെ മുടി വെട്ടണം. പക്ഷെ അച്ഛൻ സമ്മതിച്ചില്ല, പിന്നെ അമ്മയും സമ്മതിച്ചില്ല. പണ്ട് ഞാൻ എന്തോ സാധനം വാങ്ങാൻ കടയിൽ പോയപ്പോൾ അവിടുത്തെ ബസ് കണ്ടക്ടർ എൻ്റെ മുടി കണ്ടിട്ട് പറഞ്ഞു, അമ്മോട് പറയട്ടോ മുടി വെട്ടിത്തരാൻ. ഇത്ര ചെറുപ്പത്തിൽ ചെറിയ കുട്ടികൾക്ക് ഇത്ര മുടിയൊന്നും വേണ്ട കേട്ടോ. ഞാൻ പറഞ്ഞു എനിക്കിഷ്ടമല്ല, അമ്മ വെട്ടലില്ല, അതാ. എനിക്ക് ഓർമ്മയുണ്ട്, അമ്മ വീട്ടിൽ ഒരുപാട് റോസാപ്പൂക്കൾ വളർത്തിയിരുന്നു, റോസ് കളറുള്ള റോസാപ്പൂക്കൾ. അത് മഴക്കാലത്താണ് നന്നായിട്ട് പൂവിടുന്നത്. അമ്മയ്ക്ക് തീരെ ഇഷ്ടമല്ല പൂ പറിക്കുന്നത്. പക്ഷേ ഞങ്ങളുടെ തള്ളിയിൽ റോസാപ്പൂക്കൾ വെച്ച് തരും. പിന്നെ പൂ വയ്ക്കാതെയായി. പിന്നെ എനിക്ക് മുടി തീരെ ഇഷ്ടമല്ലാതെയായി. എനിക്കൊരു എന്തോ ഒരു ശല്യം പോലെ തോന്നി തുടങ്ങി. എന്നും ഇത് വൃത്തിയിൽ ചെയ്യണം. ചെറിയ കുറച്ച് മുടിയുള്ള കൂട്ടുകാരികളൊക്കെ മുടി വെറുതെ ഇങ്ങനെ പരത്തിയിട്ട് വരും. എനിക്കങ്ങനെ പോകാൻ പറ്റില്ല. എനിക്ക് മുടി അഴിച്ചിട്ട് നടക്കുന്ന കാണുമ്പോൾ എല്ലാവരും എന്നെ വഴക്ക് പറയും. അതുകൊണ്ട് മുടി എനിക്കിഷ്ടമല്ലാതായി. എണ്ണ വയ്ക്കുന്നത് എനിക്കിഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് ഡിഗ്രിക്ക് ഞാൻ കൊല്ലത്ത് പഠിക്കുന്ന സമയത്താണ് മുടി ഒരുപാട് കൊഴിഞ്ഞത്. അന്ന് നാട്ടിൽ വന്നപ്പോൾ എല്ലാവരും എന്നോട് എന്ത് നല്ല മുടിയായിരുന്നു. ഞാൻ എന്ത് ചെയ്യാനാണ്, എല്ലാവർക്കും മറുപടി കൊടുത്ത് ഞാൻ മടുത്തു. അങ്ങനെ നീളം മാത്രമുള്ളൊരു മുടി. കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ആയിരുന്നു ഹോസ്റ്റലിലെ. ഇപ്പോഴാണത് മനസ്സിലാവുന്നത്. അന്ന് ഞാൻ ആ ക്ലോറിൻ വെള്ളത്തിന് മാത്രം കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു. പോണ്ടിച്ചേരിയിൽ ക്ലാസ് തുടങ്ങാറായ സമയത്ത് ഞാൻ കൊല്ലത്തുള്ള കൂട്ടുകാരികളുടെ വീട്ടിലേക്ക് പോയപ്പോൾ അവിടെ ചെന്ന് ആദ്യമായി എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ മുടി വെട്ടി. അന്ന് എനിക്ക് തോന്നിയൊരു സന്തോഷമുണ്ട്, അതാർക്കും മനസ്സിലായിട്ടില്ല. പിന്നെ ഞാൻ മുടി വെട്ടിയത് എനിക്ക് ആദ്യമായിട്ട് ജോലി കിട്ടിയപ്പോഴാണ്, കോഴിക്കോട് പോയപ്പോൾ. പിന്നെ ഞാൻ എനിക്കിഷ്ടമുള്ള പോലെ എൻ്റെ മുടി നോക്കാൻ തുടങ്ങി. ഇപ്പോൾ എനിക്ക് എൻ്റെ മുടി പരത്തിയിടാം, എങ്ങനെ വേണമെങ്കിലും കെട്ടി വയ്ക്കാം. അമ്മമ്മ ഇപ്പോഴും ചോദിക്കും, ഓരോ തവണ മുടി വെട്ടി ചെല്ലുമ്പോഴും അമ്മമ്മയ്ക്ക് മനസ്സിലാവും ഞാൻ മുടി വെട്ടിയിട്ടുണ്ടെന്ന്. അമ്മമ്മ ഓർത്ത് വയ്ക്കും, കഴിഞ്ഞ തവണ ഇത്ര നീളം ഉണ്ടായിരുന്നല്ലോ, കഴുത്തിൻ്റെ താഴെ ഉണ്ടായിരുന്നല്ലോ. കളറടിച്ചപ്പോഴും അമ്മമ്മയ്ക്ക് ഇഷ്ടമായില്ല, പക്ഷെ അമ്മമ്മ ഒന്നും പറഞ്ഞില്ല. ഇപ്പം എൻ്റെ മുടി എനിക്കിഷ്ടമാണ്, എല്ലാവരേക്കാളും ഇഷ്ടമാണ്.